മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 2/11/1987 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രട്ടാതിയാണ് നക്ഷത്രം. ഉത്രട്ടാതി 1-ാം പാദം. മീനലഗ്നം. ലഗ്നത്തിൽ വ്യാഴം, ചന്ദ്രൻ, രാഹു. 2, 3, 4, 5, 6 ഭാവങ്ങൾ. ശൂന്യം. 7-ൽ കുജൻ, കേതു. 8-ൽ സൂര്യൻ, ബുധൻ. 9-ൽ ശുക്രൻ, ശനി. 10, 11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻസ് ഉള്ള ഒരു ഗ്രഹനിലയാണത്. ഇതിലെ ഏറെ രസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, മീനലഗ്നം, ലഗ്നത്തിൽ വ്യാഴം, ഹംസമഹായോഗം. ചന്ദ്രൻ വ്യാഴം ഒരുമിച്ച് നിൽക്കുന്നു, ഗജകേസരി യോഗം. വളരെ വളരെ നല്ലതാണ് പൊതുവെ. പക്ഷേ രാഹുവിനോടൊത്താണ് ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നത്. അവിടേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി കൂടി വന്നതോടുകൂടി ഈ ഹംസയോഗം എന്നൊക്കെ പറയുന്നത് വെറും ഒരു പേരിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹംസയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ പവർഫുള്ളായി നിന്ന് കഴിഞ്ഞാൽ, മറ്റെന്ത് പ്രശ്നങ്ങൾ ഗ്രഹങ്ങൾ പ്രകാരമോ ദശകൾ പ്രകാരമോ അപഹാരങ്ങൾ പ്രകാരമോ വന്നിരുന്നാൽ തന്നെയും അതിലൊരു 65-70-75% കൂടുതൽ കാര്യങ്ങളെ പോസിറ്റീവാക്കി മാറ്റാൻ അത്ര ശേഷിയുള്ളതാണ് പൊതുവെ ഹംസയോഗം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അത് രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന, ഇത് ഗുരു ചണ്ടാള യോഗം കൂടാണ്. വ്യാഴവും രാഹുവും ഒരുമിച്ച് നിൽക്കുന്നു. ഗുരു ചണ്ടാള യോഗം കൂടാണ്. ആ ഹംസയോഗത്തിന് മുകളിൽ കാര്യങ്ങളെ നെഗറ്റീവാക്കാൻ രാഹുവിനും ഗുളികൻ്റെയും സാന്നിധ്യം കൊണ്ട് സാധിക്കും. അതങ്ങനെ തന്നെയാണ് അക്ഷരം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഗ്രഹനില നോക്കിയാൽ മനസ്സിലാവും. പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ രാഹു കേതുക്കൾക്കുള്ളിലാണ്. രാഹുവിനോ കേതുവിനോ പുറത്തായി ഗ്രഹങ്ങൾ ഒന്നും തന്നെ, പ്രബല ഗ്രഹങ്ങൾ ഒന്നും തന്നെ നിൽക്കുന്നില്ല. അതും നല്ലതല്ല. ഒരു വിധമുള്ള കാളസർപ്പയോഗം തന്നെയാണ്. പക്ഷേ അത് കാര്യങ്ങളെ ഡിലേ വരുത്തുകയോ തടസ്സപ്പെടുത്തുകയോ മുടക്കം വരുത്തുകയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ കാലതാമസം വരുത്തുക, അതാണ് ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എടുത്തു പറയേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അകാരണമായിട്ടുള്ള കാലതാമസങ്ങൾ വരിക. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 7-ാം ഭാവാധിപൻ നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. നല്ലതല്ല. 7-ൽ കുജൻ, കേതു നിൽക്കുന്നു. ഇതും ശത്രുക്ഷേത്രമാണ്. കുജൻ നിൽക്കുന്നത് ശത്രു ക്ഷേത്രത്തിൽ ആണ്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ടുന്നതായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. 7-ാം ഭാവാധിപൻ നീചനായൊരു ഗ്രഹത്തോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വൃശ്ചിക ശനി. വൃശ്ചികത്തിൽ ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനി. പൊതുവെ ഏത് പൊസിഷനിലാണെങ്കിൽ പോലും വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനിയെ പ്രത്യേകം കരുതണം. ആ ശനി ഉണ്ടാക്കാൻ സാധ്യതയുള്ള തടസ്സങ്ങൾക്ക് കാഠിന്യം പൊതുവെ മറ്റ് പൊസിഷനുകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഒരുപക്ഷെ നീചനായി നിൽക്കുന്ന ശനിയേക്കാൾ മോശം ചെയ്യാൻ വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സംബന്ധമായിട്ടുള്ള, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. 10-ാം ഭാവാധിപനും ലഗ്നാധിപനും ഒരേ ഗ്രഹം തന്നെയാണ്. വ്യാഴം ഹംസയോഗമുണ്ട്. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വ്യാഴത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. വ്യാഴം പവർഫുള്ളാണോ, സ്വന്തം ക്ഷേത്രത്തിലാണോ എന്നതിനേക്കാൾ ഉപരിയായി വ്യാഴം ഏത് രീതിയിൽ നിൽക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഗുളികനോടൊത്തൊക്കെ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതാണ് വൃശ്ചികം. 9-ാം ഭാവം ഭാഗ്യസ്ഥാനം വൃശ്ചികം. അവിടെ ശനി നിൽക്കുന്നു. എല്ലാ ഭാഗ്യാനുഭവങ്ങൾക്കും ഏതെങ്കിലും രീതിയിൽ തർക്കമോ തടസ്സമോ കാലതാമസമോ വരുത്താൻ പ്രസ്തുത ശനിയെ കൊണ്ട് വളരെ നിഷ്പ്രയാസം സാധിക്കും. കേതുദശ നടക്കുകയും ചെയ്യുന്നു. 2022 തൊട്ട് 2029 വരെ കേതുദശ ഈ വ്യക്തി പോയി ചാടാൻ
പ്രയാസപ്പെട്ട സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല ബാക്കി. അതിൽ തന്നെ കേതുവിൽ രാഹു നടക്കുന്നു 2026 ജൂലൈ 8-ാം തീയതി വരെ, 2025 ജൂൺ 19 തൊട്ട് 2026 ജൂലൈ 8-ാം തീയതി വരെ. ഒരു മനുഷ്യ ആയുസ്സിലെ തന്നെ ഏറ്റവും മോശം പീരീഡാണ് കേതുവിൽ രാഹു. അതായത് കേതുദശയിൽ രാഹുവിൻ്റെ അപഹാരം. അതുപോലെ തന്നെ തിരിച്ചും രാഹുദശയിൽ കേതുവിൻ്റെ അപഹാരം. ഇതൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. അത് മുൻകൂട്ടി അറിഞ്ഞാൽ കാര്യങ്ങൾ അതിനനുസരിച്ച് നീക്കിയാൽ ശുഭ കാര്യങ്ങളായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നത് ഈ ഒരു ടൈം പീരീഡൊക്കെ കഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ലത്. അതല്ല എങ്കിൽ തർക്കങ്ങൾക്കോ തടസ്സങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ ചെലവുകൾക്കോ, ഇവിടെ ചെലവിൻ്റെ കാര്യം പറയുന്ന സമയത്ത് 12-ൽ ചെലവിൻ്റെ സ്ഥാനത്താണ് ഗുളികൻ നിൽക്കുന്നത്. ഒട്ടും നല്ലതല്ല. വരവിനേക്കാൾ കൂടുതൽ ചെലവ്, അല്ലെങ്കിൽ വരവിനെ തകർത്തെറിയുന്ന രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് വരുത്താനുള്ള സാധ്യത ഗുളികൻ അവിടെ ചെയ്യും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല 12-ാം ഭാവാധിപനാണ് ശനി വൃശ്ചികത്തിൽ നിൽക്കുന്നത്. അതും ഒട്ടും നല്ലതല്ല. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാറ്റഗറിയിലുള്ള പാറ്റേണിലുള്ള ഒരു ഗ്രഹനിലയാണിത്. വർഗോത്തമം ചെയ്താണ് വ്യാഴം നിൽക്കുന്നത്. പക്ഷേ ചന്ദ്രനോടൊത്തുള്ള രാഹു, ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രൻ, ഇതൊന്നും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒട്ടും നല്ലതല്ല. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ പോലും മനസമാധാനം ഒരു ദിവസം പോലും ഇല്ലാത്ത ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ചന്ദ്രൻ രാഹു, ചന്ദ്രൻ കേതു, ചന്ദ്രൻ ശനി, ചന്ദ്രൻ ഗുളികൻ, ഇത്രയും കോമ്പിനേഷൻസ് മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. കാരണം ഇവിടെ അത് 5-ാം ഭാവാധിപൻ കൂടാണ്. മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ ലഗ്നത്തിൽ രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമായിട്ടുള്ള മനസ്സ്, ഒന്നിലും ഒരു സ്വസ്ഥതയില്ലാത്ത, തൃപ്തി വരാത്ത മനസ്സിങ്ങനെ എപ്പോഴും എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെ ഇത്തരം ഗ്രഹനിലകളിൽ സർവ്വസാധാരണമായി കാണാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ കൃത്യമായിട്ട് ഈ ലഗ്നത്തെയൊക്കെ കൊണ്ട് കൃത്യമായിട്ട് തന്നെ പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളൊരു ഗ്രഹനില കൂടിയാണിത്. അത് വ്യാഴമായതുകൊണ്ടും കമ്പാരിറ്റീവ്ലി എളുപ്പവുമാണ്. കാരണം ഏതൊരു ഗ്രഹനിലയിലെയും ഭാഗ്യകാരക ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനുമാണ്, തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ കൃത്യമായിട്ട് ലഗ്നാധിപനുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതമേ മാറും. പോയതിനേക്കാൾ ഇരട്ടി തിരിച്ചു പിടിക്കാനും പറ്റും. പക്ഷേ ചെയ്യേണ്ടുന്ന രീതിയിൽ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്താൽ അത് ഗുണപ്പെടും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രട്ടാതിയാണ് നക്ഷത്രം. ശനി ദശയിൽ ജനിച്ചു, 2005 വരെ ശനി. അതിനുശേഷം ബുധൻ 17 കൊല്ലം, അതിനുശേഷം കേതു 7 കൊല്ലം, അതിനുശേഷം ശുക്രൻ 20 കൊല്ലം, അതിനുശേഷം സൂര്യൻ 6 കൊല്ലം, അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം, അതിനുശേഷം ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു, കേതുവിൽ രാഹുവാണ്. ഒരു കാരണവശാലും ഒരു നല്ല കാര്യത്തിനും പറ്റിയൊരു സമയമേ അല്ല. മാക്സിമം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യുക, പ്രതിസന്ധികൾ ഉണ്ടാവുക, അതിൻ്റെ ഭാഗമായി നിൽക്കുക, മനസ്സ് അസ്വസ്ഥമാകുക അങ്ങേയറ്റം. ഇതാണ് ഇപ്പോഴത്തെ ഒരു സമയം. വളരെ വളരെ മോശപ്പെട്ട സമയമാണ്. കൃത്യമായി, നിർബന്ധമായി, കണിശമായി പരിഹാരങ്ങൾ എടുത്തു പോകേണ്ടുന്ന സമയം തന്നെയാണ്, ഗ്രഹനിലയുമാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.